മോർണിംഗ്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം നേരുന്നു. ഇന്ന് അച്ഛൻ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനൊക്കെ പോയിരിക്കുകയായതുകൊണ്ട് അല്പം ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രാർത്ഥന നയിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവമുൻപാകെ അല്പസമയം താണിരിക്കാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ദൈവമേ, ഒരുപാട് ദിവസങ്ങൾ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നപ്പാ കർത്താവെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലെയും കർത്താവെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ ദൈവമേ, രാജ്യം ഇന്ന് 79th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ, സ്വതന്ത്രമായി നടക്കുവാൻ, കർത്താവെ സ്വതന്ത്രമായി ആരാധിപ്പാനൊക്കെയുള്ള ഈ അവസരം ഞങ്ങൾക്ക് ഒരുക്കി നൽകുന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ആരാധനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ, പാട്ടുകൾ കേൾക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം പ്രിയ പിതാവ് അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ ഒന്നും അസാധ്യമല്ല കർത്താവേ, സകലതും നിന്നാൽ സാധ്യമാക്കി തീർക്കുന്നത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവേ ദൈവമേ, ഞങ്ങൾ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ കർത്താവേ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങൾ അഭിഷേകം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നതല്ല കർത്താവേ, എൻ്റെ ദൈവം ഞങ്ങളെ നിർത്തിയതാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ പലയിടങ്ങളിലും പ്രതികൂലമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ അനുകൂലമായ ദൈവത്തിൻ്റെ കൃപ കർത്താവേ, അനുകൂലമായ ദൈവത്തിൻ്റെ സാന്നിധ്യം, നിന്റെ ശക്തി ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് സാക്ഷീകരിപ്പാൻ ഈ ദിവസം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് ഏൽപ്പിക്കുന്ന നാഥ, എല്ലാവരുടെ ആവശ്യങ്ങളെ നീ അവിടുന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഗ്രഹിക്കുന്ന മനസ്സുകളെ ഒക്കെ നീ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ എവിടെ കൂടിയാലും അതിൻ്റെ ഒക്കെ മധ്യത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, നന്ദിയോടുകൂടെ കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലം നൽകുന്ന ദൈവമുഖം കണ്ടുകൊണ്ട് മുൻപോട്ട് സഞ്ചരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങൾ കടന്നു പോകുന്ന പാതകളിലൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം ഞങ്ങളോടൊപ്പമുണ്ട് കർത്താവേ. കണ്ണുനീർ താഴ്വരയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവേ നീ അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവം കർത്താവെ ഞങ്ങളിൽ ജീവിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്കായി, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. ദിനം പ്രതി കർത്താവെ കൂടുതൽ കർത്താവെ നിന്നോടടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് ഞങ്ങളെ തന്നെ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ. നീ ഒന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ. ആ കർത്താവെ, അങ്ങനെ വിശ്വസിപ്പാൻ തക്കവണ്ണം ആ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിന്റെ മക്കളെയൊക്കെ അതിനായിട്ട് ഒരുക്കണമേ കർത്താവേ. എന്ത് ഭാരത്തോടുകൂടി നിന്റെ മക്കളായിരിക്കുന്നുവോ ആ ഭാരങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് നീ അവിടുന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ആത്മാവിൽ ശക്തിയുള്ളവരായി, നിന്നെ ഘോഷിക്കുന്നവരായി, നിന്നിൽ ആനന്ദിക്കുന്നവരായി, നിന്നിൽ ഉല്ലസിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ എടുത്തുപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്നത്തെ പ്രാർത്ഥനയിൽ നയിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ. പ്രത്യേകിച്ച് കർത്താവെ, യാത്രകളിലായിരിക്കുന്നവരുണ്ട്, ജോലികളിലായിരിക്കുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെ മേലും അവിടുത്തെ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, നിന്റെ സാന്നിധ്യം, നിന്റെ കൃപ അനുഭവിപ്പാൻ നീ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ വഴികളിൽ ജീവിപ്പാൻ തക്കവണ്ണം നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേകം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടും നശിച്ചു പോകാതെ ദൈവസന്നദ്ധിയിൽ കർത്താവേ, ആത്മാവിനാൽ ഒരുക്കമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ ജീവിപ്പാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുക കർത്താവേ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കട്ടപ്പാ. നീ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, നീ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീ അവിടെ ഇറങ്ങി വരണമേ കർത്താവേ. ഞങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരിക്കാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്, പാട്ടിന് നേതൃത്വം കൊടുക്കുന്നത് മിഥുൻ കോശിയാണ്. സങ്കീർത്തനം സാം 49 വായിച്ച് നമ്മളെ സഹായിക്കുന്നത് ഡയാന അഭിലാഷാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് വർഗീസ് എബ്രഹാം അങ്കിളാണ്, ഷിബു അങ്കിളാണ്. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും, ഈ പാർട്ടുകൾ എടുക്കുന്നവരെയും ദൈവനാമത്തിൽ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മിഥുൻ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. മിഥുൻ, കൊച്ചമ്മേ കേൾക്കാമോ? കേൾക്കാം മിഥുൻ. ആദ്യത്തെ പാട്ട് ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയെന്നെ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. പ്രഭുത്വങ്ങളാധികാരങ്ങളും പേയുടെ വൻപടയാളികളും വിപത്തുണ്ടാക്കി നിന്നെ ചാദിപ്പാനീത വീണ്ടും പ്രയത്നങ്ങൾ ചെയ്തിടുന്നേ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയെന്നെ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ജ്ഞാനികളെ മൂഢരാക്കുവാനും നല്ലവരെ നില തെറ്റിപ്പാനും ഊനമെല്ലാവർക്കും ഉണ്ടാക്കുവാനുമെന്നും ഉറ്റുണർന്നു ശ്രമിക്കുന്നു സാത്താൻ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയെന്നെ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ചുറ്റി ഞെരുക്കുന്നു പേയ്പടകൾ, ദോഷലോകം കൂടിയിടുന്നു.
കേക്കാമോ കൊച്ചമ്മേ? ഇപ്പൊ കേൾക്കാൻ പറ്റും. ചുറ്റി ഞെരുക്കുന്നു പെയ്പാടകൾ, ദോഷലോകം ജഡം കൂടിയിടുന്നു. അറ്റമില്ലേ അവസാനമില്ലേ, പെയ് അഗ്നിയസ്ത്രങ്ങളാനവധിയാ. ഓ ഇടയ്ക്ക് കോള് വന്നോണ്ടിരിക്കുക, സോറി. ചുറ്റി ഞെരുക്കുന്നു പെയ്പാടകൾ, ദോഷലോകം ജഡം കൂടിയിടുന്നു. അറ്റമില്ലേ അവസാനമില്ലേ, പെയ് അഗ്നിയസ്ത്രങ്ങളാനവധിയാ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയെന്നെ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, നന്മയിൽ ദോഷമുണ്ടാക്കുവാനും ജ്ഞാനമജ്ഞാനമുണ്ടാക്കുവാനും തിന്മാശാപങ്ങൾ വരുത്തുവാനുമെന്നു ശ്രമിച്ചിടുന്നു പെയ്യിൻ പാടകൾ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയെന്നെ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഭക്തിജപങ്ങളും ധ്യാനമെല്ലാം ഫലമില്ലാതെയാക്കിടുവാനും ശക്തി കെടുത്തു വശം കെടുത്തു നിന്നെ ക്ഷയിപ്പിപ്പാനും തുനിഞ്ഞിടുന്നേ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയെന്നെ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ഒരു നിമിഷേ. അടുത്ത പാട്ട് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധ ആർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിട നേത്ര ബഹുലമതു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹ, എത്ര മനോഹരമേ. ആയിരമായിരം നാവുകളാലതു വർണ്ണിപ്പാൻ എപ്പോഴാ തുടങ്ങുന്നത് അറിയാൻ പറ്റില്ല.
ആയിരത്തിങ്കലൊരംശം ചൊല്ലിടുവ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹ എത്ര മനോഹരമേ. മോദമെഴും തിരുമാർവിലുല്ലാസമ സന്തതം ചേർന്നിരുന്ന ഏകജാതനാമേശുവെ പാലകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹ എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹവാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നെ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടു ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹ എത്ര മനോഹരമേ. താങ്ക് യു. താങ്ക് യു മിഥുൻ. ഇപ്പോൾ സാം 49 വായിച്ചു കേൾക്കാം. ഡയാന അഭിലാഷ്. കേൾക്കാവോ കൊച്ചമ്മ? കേൾക്കാം ഡയാന. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 49, സാംസ് 49. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. എന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെയായിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എന്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എന്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചുപോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപം ഇല്ലാതെയാകും, പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും, അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പിതാവിനും പുത്രനും പരിശുദ്ധാനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിൽ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. താങ്ക് യു ഡയാന. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കാം. രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. കഴിഞ്ഞ 79 വർഷക്കാലം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ, സ്വതന്ത്രമായി നടക്കുവാൻ, സ്വതന്ത്രമായി ചിന്തിക്കുവാൻ,
സ്വതന്ത്രമായി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവാലയങ്ങൾ പണിയുവാൻ, ഒരുമിച്ച് കൂടുവാൻ രാജ്യത്തിന് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവത്തിന് നന്ദിയോടുകൂടെ നമുക്ക് സ്തോത്രമർപ്പിക്കാം. ഈ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടുവാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നാലും ഭവനത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ഈ മനോഹരമായ അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. ഈ ഭാഗ്യം കിട്ടുവാൻ കഴിയാതെ, എഴുന്നേറ്റിരിക്കുവാൻ സാധിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മൾ കാണാതെ പോകുന്നവർ, നമ്മൾ അറിയാതെ പോകുന്നവർ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകൾക്കും അപ്പുറമായിട്ട് ഒതുങ്ങി ജീവിക്കുന്നവർ, അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെയൊക്കെ മധ്യത്തിൽ അല്പസമയം വേറിട്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, നമ്മുടെ തന്നെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുവാൻ ദൈവം നമ്മളെയൊക്കെ ഒരുക്കിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നവർക്ക് ഒരുമിച്ച് കാണുവാൻ, സംസാരിപ്പാനൊക്കെ പല തരത്തിലുള്ള മാധ്യമങ്ങളിൽ കൂടി പല തരത്തിലുള്ള പ്ലാറ്റ്ഫോം ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. അതിനെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. സകല വ്യാകുലങ്ങളെയും സകല വ്യാധികളെയും മാറ്റിത്തരുന്ന ദൈവം മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പകരാം. നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനത്തിന് അനുസരിച്ച് ജീവിപ്പാൻ, ദൈവമേ മറ്റുള്ളവർക്ക് ആ വചന അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തിന്, നമ്മുടെ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് വചനം ഞങ്ങളുടെ കാലിന് ദീപമായിരിക്കാൻ, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കാൻ വലിയവനായ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കളെ നമുക്ക് ഓർക്കാം. സമാധാനത്തോടുകൂടി ഈ രാജ്യത്തെ മുൻപോട്ട് രാജ്യത്തെ ജനങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ, പരസ്പരം കലഹിക്കാതെ, പരസ്പരം മത്സരിക്കാതെ, പരസ്പരം ചോര ചീന്താതെ, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഐക്യതയോടുകൂടി ജനങ്ങളെ നടത്തുവാൻ, നയിക്കുവാൻ ദൈവം അവർക്ക് വേണ്ട കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനം ഛിദ്രിച്ചു പോകാതെ, ദേശം നശിച്ചു പോകാതെ, കർത്താവെ തക്ക സമയത്ത് ശരിയായ ഗൈഡൻസ് നൽകുവാൻ നിന്റെ മക്കളിൽ കൂടി അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യത്തെങ്ങും മിഷണറി വേല ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനവുമായിട്ട് അനേക ഇടങ്ങളിൽ നിൽക്കുവാൻ, അനേക ഇടങ്ങളിൽ പോയി വേല ചെയ്യുവാൻ, ദൈവത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. തടവറയ്ക്കുള്ളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ അറിയുന്നില്ല. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവത്തിന്റെ വചനവുമായി എവിടെ നിന്നാലും അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപയിൽ അവരെ മറച്ചുകൊള്ളണമേ, സൂക്ഷിക്കണമേ. കർത്താവെ, നിന്റെ മക്കളൊക്കെ നിന്റെ വചനവുമായി മുൻപോട്ട് കടന്നു പോകുമ്പോൾ തടസ്സങ്ങളെയൊക്കെ മറികടക്കുവാനുള്ള
ദൈവത്തിന്റെ വലിയ ശക്തി അവരുടെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആത്മാക്കളെ ദൈവത്തിങ്കലേക്ക് നേടിയെടുക്കുവാൻ, അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേകരെ ബലപ്പെടുത്തുന്ന, അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന ദൈവത്തിന്റെ വചനം അവരുടെ കർത്താവെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നീ അവിടുന്ന് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻ ഫീൽഡുകളെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഷ്ടതയുടെ മധ്യത്തിലും കർത്താവിനെ കാണുവാൻ, കർത്താവിനെ അറിയുവാൻ അവർ കാണിക്കുന്ന താല്പര്യങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സാധ്യതകൾ ഏറെയുണ്ടായിരുന്നിട്ടും കർത്താവിനെ മറന്നു പോകുന്ന ഒരു ലോകത്തിൽ പരിമിതികൾക്കിടയിലും ദൈവത്തെ അറിയുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഓടിക്കൂടുന്ന ജനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ മക്കളെയൊക്കെ ദൈവമേ അവിടുന്ന് കാണണമേ, അവിടുന്ന് അറിയണമേ, അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയൊക്കെ ഒരു മനസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ഏത് ഡിനോമിനേഷൻ ആയാലും അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലാതെ, മത്സരിക്കാതെ, കലഹമുണ്ടാക്കാതെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാനുള്ള വിവേകം കർത്താവെ ജനങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബിഷപ്പന്മാരെ ഓർക്കാം, പട്ടക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, ശുശ്രൂഷകരെ ഏൽപ്പിക്കാം, ഇവാഞ്ചലിസ്റ്റുകളെ ഏൽപ്പിക്കാം. ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രായഭേദമന്യേ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. നിന്റെ ബലത്താൽ, നിന്റെ കരുണയാൽ നീ എല്ലാവരെയും അവിടുന്ന് നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഭയം കൂടാതെ കർത്താവെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ബലത്തോടെ നിൽക്കുവാൻ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ബലം. നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. ഏത് പ്രയാസവേളകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും, ഏത് ഇരുട്ടിന്റെ മധ്യത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും, എത്ര വലിയ രോഗാവസ്ഥയിൽ കൂടി, എത്ര വലിയ വേദനയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും വചനം നമ്മളെ ഓർപ്പിക്കുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ താങ്ങും. ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടി, ആ ഒരു വലിയ പ്രത്യാശയോടുകൂടി ഈ നാളുകളിലൊക്കെ ആയിരിക്കാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും. നമ്മൾ വചനം വായിക്കുമ്പോൾ, സങ്കീർത്തനം വായിക്കുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ കൊണ്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തുകയാ. നമ്മൾ വീണു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. നമ്മളെ കാക്കുന്നവൻ മയങ്ങാതെ ഉറങ്ങാതെ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് വിചാരിക്കും, ഇതെനിക്ക് ലഭിക്കയില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവമേ, എത്ര നിലവിളിച്ചിട്ടും, ദൈവസന്നിധിയിൽ എത്ര കരഞ്ഞിട്ടും ദൈവം എന്തേ എന്നെ കാണുന്നില്ല, എന്നെ അറിയുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല? ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക്, ഒരുപാട് ചോദ്യങ്ങൾ പ്രാർത്ഥനയിൽ നമുക്കുണ്ട്. എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, നിന്നെ ഞാൻ അറിയുന്നു, നിന്നെ ഞാൻ കാണുന്നു.
പക്ഷേ എന്നെ കാണണമെങ്കിൽ, എന്നെ അറിയണമെങ്കിൽ ദൈവം പിന്നെയും നമ്മളോട് പറയുന്നു, നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ്, ദൈവമേ എന്താണ് എൻ്റെ കുറവ് എന്ന് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി കർത്താവെ അതിനെ ഇല്ലാതെയാക്കുവാൻ, ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നദ്ധിയിൽ മുഴങ്കാലുകളെ മടക്കുവാൻ നമ്മളെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവസന്നദ്ധിയിലേക്ക് ഫലമേൽപ്പിക്കാം. വിവാഹപ്രായമെത്തിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പ്രായമായിട്ടും അവരുടെ തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, തക്ക സമയത്ത്, ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ തക്ക തുണയെ കണ്ടെത്തുവാൻ തക്ക തുണയെ ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനൊരു ഉത്തരമുണ്ട്. ദൈവം നമുക്ക് മറുപടി നൽകുന്ന ദൈവമാ. ആ പ്രതീക്ഷയോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് പകരാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ ദമ്പതികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലായിരിക്കുന്നവർ, നമ്മളുടെ അറിവിൽപ്പെട്ടവർ, നമ്മളുടെ ചുറ്റുപാടുകളിലുള്ളവർ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമേ, തലമുറകളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും കുഞ്ഞുങ്ങളെ നൽകിക്കൊടുത്ത ഒരു ചരിത്രമുള്ള ബൈബിളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒന്നും ദൈവത്താൽ അസാധ്യമല്ല, സകലതും ദൈവത്താൽ സാധ്യമാണ്. ദൈവമേ, ഗർഭപാത്രങ്ങളെ തുറന്ന് എൻ്റെ ദൈവം തക്ക സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട ബലവും ശക്തിയും ആരോഗ്യവും കർത്താവെ പ്രാർത്ഥനയോടുകൂടെ നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ ദിവസങ്ങളിലായിരിക്കാൻ, ഈ നാളുകളിലായിരിക്കാൻ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, മനം മടുത്തു പോകാതെ വീണ്ടും വീണ്ടും ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ള കർത്താവെ കൃപ അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഓരോ സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുമ്പോൾ നമ്മൾ ഭയത്തോടെ ആയിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടാൻ നമുക്ക് ഭയമാ. അവരെങ്ങനെ ജീവിക്കും, അവരെങ്ങനെ പ്രശ്നങ്ങളെ അതിജീവിക്കും, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടും നശിച്ചും പോകാതെ ദൈവമേ, കഴുകനെ പോലെ ചിറകടിച്ചുയരത്തക്ക വിധം അവരെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് അവരുടെ ചിറകുകൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന തലമുറകളെ നമുക്ക് നൽകി തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ സഭയോട് ചേർന്ന് ബാപ്റ്റിസമേറ്റ് സഭയോട് ചേരുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരുടെ വളർച്ചയിൽ ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൽ ബലപ്പെട്ടു വരുന്ന കുഞ്ഞുങ്ങളായിട്ട്, ദൈവാത്മാവിനാൽ ശക്തീകരിച്ച് കർത്താവെ ശമൂവേൽ ബാലനെ പോലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിട്ട്, വിവേകമുള്ള കുഞ്ഞുങ്ങളായിട്ട് അവരെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ രോഗികളായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയ് അങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ അങ്കിൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകളൊക്കെ ദൈവം അവിടുന്ന് അറിയുന്നു, കാണുന്നു. നിന്റെ മകന്റെ ശരീരത്തോട്, നിന്റെ മകന്റെ മനസ്സിനോട് ദൈവമേ അവിടുന്ന് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഒന്ന് കാണണമേ, നീ ഒന്ന് അറിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ സൗഖ്യം നിന്റെ മകന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം, പൂർണ്ണമായ ആരോഗ്യം തിരികെ നൽകുവാൻ ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്.
പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. ദൈവമേ, നമ്മുടെ പ്രാർത്ഥനകൾ നിന്റെ മക്കൾക്കൊക്കെ കോട്ടയും കാവലുമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുഷ്പയാന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ മകനെ ശുശ്രൂഷിപ്പാനുള്ള ആരോഗ്യം നിന്റെ മകൾക്കും അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായി ബലഹീനതയിലായിരിക്കുന്ന ഓമന ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സാലി ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രഞ്ജിത്തങ്കളിനെയും സുശീല ആന്റിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തോമസ് ജോണങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കെ.സി. ചെറിയാൻ അങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുരുവിള അങ്കിളിനെയും ലില്ലി ആന്റിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്കായിട്ട് സ്തോത്രം ചെയ്യാം. അന്നമ്മ ആന്റിയെയും സറാമ കുര്യൻ ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിനെ പ്രാർത്ഥനയിൽ പ്രത്യേകം നമുക്ക് ഓർക്കാം. വളരെ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഭവനത്തിനുള്ളിൽ നടക്കുവാൻ കഴിയാതെ ആരോഗ്യമില്ലാതെ ഇരിക്കുന്ന നമ്മുടെ ശമൂവേൽ കുട്ടി അങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ട്രോക്കിന്റെ ഭാരത്തിലായിരിക്കുന്ന ലിസിയാന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വേണ്ട ആരോഗ്യവും ബലവും നിന്റെ മക്കൾക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കാഴ്ചയുടെ പ്രയാസത്തിലായിരിക്കുന്ന ആലീസ് തോമസ് ആന്റിയെ ഏൽപ്പിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കണ്ണുകൾക്ക് ആവശ്യമായ പ്രകാശം ദൈവം നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പങ്കിളിനെയും ചാച്ചിയമ്മ ആന്റിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിക്കായി, അന്നമ്മ ജോൺ ആന്റിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയില് വാർദ്ധക്യത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും, രോഗത്തിന്റെ പ്രയാസത്തിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, കഷ്ടതയിലായിരിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ വേണ്ടപ്പെട്ടവരിൽ, നമ്മുടെ അറിവിൽപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ ദൈവമേ വേദന അനുഭവിക്കുന്നെങ്കിൽ, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവരോടൊക്കെ ഇടപെട്ട സൗഖ്യം അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീയാണപ്പാ സൗഖ്യദായകൻ, നീ തന്നെയാണ് സൗഖ്യം. അത് വിശ്വസിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 1 വർഷത്തിലധികമായി നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുന്നു. അനേകർക്ക് വിടുതൽ ദൈവം നൽകുന്നു, അനേകർക്ക് സൗഖ്യം ദൈവം നൽകുന്നു, അനേകർക്ക് അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നു. ഇന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സൗഖ്യങ്ങൾ ദൈവം അയക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയിരിക്കുന്നു. അതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എസ്പെഷ്യലി ലെറ്റ്സ് പ്രേ ഫോർ ജെബി അങ്കിൾ. ഈ ദിവസങ്ങളിലൊക്കെ ജെബി അങ്കിൾ കീമോതെറാപ്പിക്കായിട്ട് കടന്നു പോകുന്നു. കീമോതെറാപ്പിയുടേതായ എല്ലാ പ്രോസസ്സിലും ദൈവത്തിന്റെ കൃപ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മകന് വേണ്ട ആരോഗ്യം, സൗഖ്യം, ബലം, ശക്തി അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് പേർക്ക് താങ്ങും തണലുമായിരിക്കുന്ന നിന്റെ മകൻ കർത്താവെ വീണു പോകാതെ, പ്രയാസം നേരിടാതെ ദൈവസന്നദ്ധിയിൽ ആരോഗ്യത്തോടെ ആയിരിക്കാൻ, ദൈവമേ ആരോഗ്യത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവെ ശരീരത്തെ നേരിട്ടിരിക്കുന്ന എന്ത് രോഗമായിരുന്നാലും എല്ലാ രോഗത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും നിന്റെ മകന് പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ വിടുതൽ കർത്താവ് നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ക്ഷീണത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്നൊക്കെ പൂർണ്ണമായ സൗഖ്യം നിന്റെ മകന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അധ്യാപകരെ ഓർക്കാം. ദൈവമേ, കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നൽകുവാൻ, ദൈവികമായ വചനത്തിൽ കർത്താവെ അവരെ കൂടുതൽ അടുപ്പിച്ച് ജീവിപ്പാൻ നീ അവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറഞ്ഞു കിടക്കുന്ന ദൈവിക മൂല്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം അവരിൽ പകർന്നു കൊടുത്ത് അവർ വെളിച്ചമുള്ളവരായി ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുറകളൊക്കെ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അവരുടെ പഠനത്തിൽ, അവരുടെ വളർച്ചയിലൊക്കെ ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയിൽ അവർ ചെയ്യുന്ന ശുശ്രൂഷകളെയൊക്കെ കർത്താവേ അവിടുന്ന് മാനിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിൽ മാത്രം നമ്മുടെ ശുശ്രൂഷകൾ ഒതുങ്ങിപ്പോകാതെ അനേകർക്ക് കർത്താവേ ആ ശുശ്രൂഷയൊക്കെ എത്തിച്ചു കൊടുപ്പാണ്ടക്കവണ്ണം ആവശ്യത്തിൽ ഇരിക്കുന്നവരെയൊക്കെ കണ്ടുപിടിച്ച് കർത്താവെ അവർക്കൊക്കെ വേണ്ട താങ്ങും തണലും നൽകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൊയറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ അവർ നൽകുന്ന ശുശ്രൂഷകളെ നമുക്ക് ഓർക്കാം. സഭയോട് ചേർന്ന് അവരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ കർത്താവ് അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലൈറ്റി ഫെലോഷിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ സഭയിലെ എല്ലാ സംഘടനകളെയും കമ്മിറ്റിയെയും എല്ലാം ദൈവം അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപ ഈ നാളുകളിൽ സഭയിൽ വ്യാപരിപ്പാണ്ടക്കവണ്ണം നമ്മൾ പാട്ടിൽ കേട്ടതുപോലെ ഉണർന്ന് എപ്പോഴും പ്രാർത്ഥിപ്പാണ്ടക്കവണ്ണം എല്ലായ്പ്പോഴും ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽക്കാരെ ഓർക്കാം, നമ്മുടെ ചുറ്റുപാടുകളെ ഓർക്കാം, നമ്മുടെ ചുറ്റുമുള്ള സഭകളെ ഓർക്കാം. ദേശത്തിന്റെ സമാധാനവും ഐക്യതയും വീണ്ടെടുക്കുവാൻ പിതാവേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, കർത്താവെ അവരെയൊക്കെ നീ അവിടുന്ന് അറിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ സഹായിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളെ പോലെയുള്ള അനേകരെ ഒരുക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള നല്ല മനസ്സ് അവിടുന്ന് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, ഇനിയും നടക്കില്ല എന്ന് കരുതുന്ന നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കാം. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു, എൻ്റെ കർത്താവ് എന്നെ നിലനിർത്തുന്നു. ആ സ്നേഹത്തിനായിട്ട്, ആ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യാചിക്കുന്നവനേവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവനേവനും കണ്ടെത്തുന്നു, മുട്ടുന്നവനൊക്കെ തുറക്കപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ യാചിക്കുമ്പോൾ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കരയുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്നവർ പോലും നമ്മുടെ മനസ്സിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടാവില്ല, നമ്മുടെ നിലവിളി അറിയുന്നുണ്ടാവുന്നില്ല, നമ്മുടെ വേദന എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഇതിനെല്ലാം കഴിവുള്ള ഒരു ദൈവം, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ദൈവം ഇന്നും എൻ്റെ മധ്യത്തിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൈ പിടിച്ച് നടത്തുന്നുണ്ട്. ആ ഒരു വലിയ സ്നേഹത്തിനായിട്ട്, കരുതലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ കഴിയാതെ പോയ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം.
അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയുടെ സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരൊന്നും ജോലിയിൽ മടുത്തു പോകാതെ താല്പര്യത്തോടെ കർത്താവെ ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട കർത്താവെ കൃപ അവർക്ക് കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അനേകം പകർച്ചവ്യാധികളാൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും എല്ലാറ്റിനെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ, വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ. നമ്മുടെ എല്ലാ അപേക്ഷകളും ദൈവം കേൾക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവൻ സ്വീകരിക്കട്ടെ. എല്ലാ വിഷയങ്ങളെയും ഫലം ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഷിബു അങ്കിൾ പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കും. കേൾക്കാം അങ്കിൾ, കേൾക്കാം. കരുണാസമ്പന്നം വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, ഈ സ്വാതന്ത്ര്യദിന ദിവസത്തിൽ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന ഈ സമയങ്ങളിൽ കർത്താവ് നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നീ തുണയായി കൂടെ ഇരിക്കുമാറാകണം. പ്രാർത്ഥനകളെ കേൾക്കുന്നവനായ പ്രിയ പിതാവ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിന്റെ കൃപയുണ്ടായിരിക്കുമാറാകണം. ഞങ്ങൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആദ്യമായി കർത്താവ് ഞങ്ങളുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇടവകയിലെ ശുശ്രൂഷകളെ നീ അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ കർത്താവ്. കർത്താവ്, ഇവിടെയും ഞങ്ങളുടെ സ്വദേശത്തും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നീ കൂടെ ഇരുന്ന് എല്ലാ കാര്യത്തിനും ഉത്തരമറിലെ അനുഗ്രഹിക്കുമാറാകണം. പ്രിയ പിതാവെ, ഞങ്ങളുടെ മിഷണറികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആന്ധ്രാപ്രദേശിലും കർത്താവ് ഹൈദരാബാദിലും ഞങ്ങളുടേതായ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ പ്രിയ പിതാവേ, നിന്റെ കൃപയാലും കരുണയാലും പുതിയ രീതിയിൽ മുൻപോട്ട് പോകുവാൻ നീ സഹായിക്കുമാറാകണം. അനുഗ്രഹങ്ങളാൽ നീ നടത്തണമേ. എല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയുടെ ആവശ്യങ്ങൾക്ക് നീ തുണയായി കൂടെ ഇരിക്കുമാറാകണം. ഞങ്ങളുടെ സഭയെ നടത്തുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ പുരോഹിതനെ നീ അനുഗ്രഹിച്ചു നീ കാക്കുമാറാകണം. അതിൻ്റെതായ സേവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിലും കരുണയിലും കാത്തുകൊള്ളുമാറാകണം കർത്താവേ. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൊച്ചമ്മയുടേതായ ഓപ്പറേഷൻ സമയങ്ങളിലെല്ലാം നീ കൂടെ ഇരുന്ന് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കണമേ കർത്താവേ, കൂടെ ഇരിക്കുമാറാകണം. അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അവരുടെ പഠന കാര്യങ്ങളിലൊക്കെയും കൂടെ എല്ലാ കാര്യങ്ങളോടും കൂടി ഇരുന്ന് അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം. പ്രിയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണം. ഞങ്ങളുടെ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യുവജനങ്ങൾ കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കുന്നവരായി അവർ നല്ല രീതിയിൽ മുൻപോട്ട് നടത്തുവാൻ നീ യുവജന പ്രസ്ഥാനത്തെ കുറിച്ച് നീ കാക്കുമാറാകണം. പ്രിയ പിതാവേ, സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ കാക്കണമേ കർത്താവേ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീനം നല്ല ചെയ്ത പ്രിയ പിതാവ്, ഞങ്ങളുടേതായ സഭയിലെ പ്രിയ പൈതങ്ങൾ കർത്താവെ സൺഡേ സ്കൂളിന് പോകുമ്പോൾ അവരുടെ പഠനകാര്യങ്ങളിലൊക്കെ നീ കൂടെ ഇരിക്കണം. അവർക്ക് വേണ്ടി കർത്താവെ അവരെ നയിക്കുന്ന അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയാലും കരുണയാലും നീ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് നീ കാത്തുകൊള്ളുമാറാകണം. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപയുണ്ടായിരിക്കുമാറാകണം. ഞങ്ങളുടെ സ്ത്രീജന സഖ്യത്തെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവെ, നല്ല രീതിയിൽ കർത്താവെ നിന്റെ ഹിതപ്രകാരം മുൻപോട്ട് നടത്തുവാൻ
നീ സഹായിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ എലേറ്റി ഫെലോഷിപ്പിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യങ് കപ്പിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും കർത്താവേ നീ തുണയും കാവലുമായി കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ് എല്ലാം നീ തന്നെ നടത്തണമേ, അനുഗ്രഹിക്കണം. നിന്റെ കൃപയിലും കരുണയിലും നീ എല്ലാവരെയും നടത്തി പരിപാലിച്ച് മുൻപോട്ട് നടത്തുവാൻ നീ സഹായിക്കണം. ഞങ്ങളുടെ സഭയിലെ ഓരോ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാർദ്ധക്യ സമാസങ്ങളിലിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപകളാലും കരുണകളാലും കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് നീ കാക്കുമാറാകണം. എല്ലാം തിരുസന്നിധിയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും എല്ലാം അറിയുന്നവനായ പ്രിയ പിതാവ്, നിന്റെ കൃപയാലും കരുണയാലും ഓരോരുത്തരെയും അനുഗ്രഹിച്ച് നീ കാത്തുകൊണ്ടുമാറാകണം. എല്ലാം തിരുസന്നിധിയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപയാലും കരുണയാലും ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ, കാക്കുമാറാകണമേ. പ്രിയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് ഉത്തരം മാറാകണമേ. ഞങ്ങളുടേതായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഞങ്ങൾ കർത്താവ് നിന്നോട് മാത്രമേ പറയുവാനുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ്, എല്ലാ കാര്യത്തിനും തുണയും കരുണയുമാണ്. ഞങ്ങളോട് കൂടെ ഇരുന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ വിശ്വാസം കർത്താവെ നീ കാണുന്നു, നീ അതിന് ചെവി കേൾക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും നീ കാത്തുകൊള്ളുമാറാകണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുന്ന സമയങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നീ നടത്തണമേ, അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ കൂടെ ഇരിക്കുമാറാകണം. യാതൊരാപത്തും അനർത്ഥങ്ങളും വരാതെ കാത്തുകൊള്ളുമാറാകണം. ഈ ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കൃപയാലും കരുണയാലും നീ അവരുടെ എല്ലാം നടത്തിപ്പും കാര്യങ്ങളും നിന്റെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് നീ കാത്തുകൊള്ളുമാറാകണം. എല്ലാം നടത്തുന്നവനായ പ്രിയ പിതാവ്, ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിട്ടുപോയിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിഷമങ്ങളാലും പ്രയാസങ്ങളാലും ഇരിക്കുന്നു ഞങ്ങളുടെ സഭാജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ കൂടെ ഇരിക്കുമാറാകണം. സാവേ കൃപകളാലും കരുണകളാലും എല്ലാവരെയും അവിടെ ഗുണങ്ങളെ കാത്തുകൊണ്ട് നിന്റെ കൃപയിലും കരുണയിലും മുൻപോട്ട് നടത്തുമാറാകണം. നിന്റെ വരവനായി ഓർത്തിരിക്കുവാൻ കർത്താവെ പ്രത്യാശയോട് ജീവിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും പ്രിയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിന്റെ കൃപയാലും കരുണയാലും നടത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. കർത്താവേ, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഈ നാശത്തിലേക്ക് അകപ്പെട്ടു പോകാൻ കർത്താവെ ഇപ്പോഴത്തെ ഈ ട്രെൻഡിൽ നിന്നൊക്കെയും അവരെ വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ച് നീ അവരെ കാത്തുകൊള്ളുമാറാകണം. ലഹരിയുടെ ആധിപത്യത്തിൽ നിന്നൊക്കെ കർത്താവെ നീ അവരെ വിടുതൽ കൊടുക്കണം. പ്രിയ പിതാവേ, യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാടിന്റെ നട്ടല്ലായി മുന്നോട്ട് വരുന്ന ആൾക്കാർ കർത്താവെ അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രിയ പിതാവേ നീ അവർക്ക് കരുതലായി കൂടെ ഇരിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഉത്തരങ്ങൾക്കും ഉത്തരം തരുവാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, ഞങ്ങൾ ലോകത്തിൽ യാതൊന്നിലെ ആശ്രയിച്ചാലും അതിനൊരു വിടുതലും ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ്, നിന്റെ കൃപയാലും കരുണയാലും ഞങ്ങൾ മുൻപോട്ട് നടത്തുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകണം. നിന്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ പ്രിയ പിതാവേ, ഞങ്ങളുടെ സഭയിൽ ഓരോ അംഗങ്ങളെയും നിന്റെ കൈ തൊട്ട് അനുഗ്രഹിച്ച് നീ കാത്തുകൊള്ളുമാറാകണം. നിന്റെ കൃപയാൽ നീ നടത്തണമേ. നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാ കമ്മിറ്റിക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സത്യസന്ധമായി മുന്നോട്ട് പോകുവാൻ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും പുരോഗതിയാൽ മുന്നോട്ട് നടത്തുവാൻ അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ്, ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപകളാലും കരുണകളാലും നീ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമേ. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവ് നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ.
നിന്റെ പരിശുദ്ധാത്മാവ് കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ചൊരിഞ്ഞ് അനുഗ്രഹത്താൽ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ സഹായിക്കണം. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾ മുൻപോട്ട് നടന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നീ തരുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇനിയും ഞങ്ങൾ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ കർത്താവേ. ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയാൽ നീ അനുഗ്രഹിക്കണമേ, അനുഗ്രഹത്താൽ നീ കൂടെ ഇരിക്കണമേ. വിദേശത്ത് പഠിക്കുന്ന പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അവരോട് ജോലി ചെയ്യുന്ന പൈതങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടേതായ ജോലി കാര്യങ്ങളിലൊക്കെയും നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണം. പഠിക്കുന്ന പൈതങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, സ്വദേശത്തുമായി പഠിക്കുന്ന പ്രിയ പൈതങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എല്ലാം നീ കൂടെ ഇരുന്നു പഠനകാര്യങ്ങളിൽ മുൻപോട്ട് നടത്തുവാൻ നിന്നെ അറിയുവാനും പ്രിയ പൈതങ്ങളെ നീ തുണയ്ക്കണമേ, അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനായ പ്രിയ പിതാവേ, എല്ലാ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരം വരണമേ കർത്താവേ. ഇനി ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത് വരെ പ്രിയ പിതാവേ, നിന്റെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ കർത്താവേ. കാലാവസ്ഥകളെ അനുകൂലമാക്കി കൊടുക്കണമേ. മഹാമാരിയിൽ നിന്നും ഞങ്ങളെ നീ വിടുവിക്കണമേ കർത്താവ്. ഇനിയും നിന്നെ കർത്താവെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്നറിയിച്ചത് പ്രിയ പിതാവ്. ഇപ്പോഴും മഹാമാരികളും ജലപ്രളയങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളിൽ കർത്താവ്, ഞങ്ങളെ നീ കരുണയോട് കാത്തുകൊണ്ട് ഞങ്ങളെ നീ കാത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കർത്താവെ പലവിധമായ പ്രളയ സമയങ്ങളിൽ കർത്താവെ പലവിധമായ അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം കർത്താവ്. ഇനിയുള്ള കാലങ്ങളിൽ നീ ഞങ്ങളെ കാക്കണമേ കർത്താവ്. നീ തന്നിരിക്കുന്ന ആയുസ് കർത്താവ് നിനക്ക് വേണ്ടി സന്തോഷത്താലും സമാധാനത്താലും കഴിഞ്ഞ കൂടുവാൻ പ്രിയ പിതാവേ കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ. ആവശ്യങ്ങൾക്ക് ഉത്തരം പറളി ഞങ്ങളെ എല്ലാ കാര്യത്താലും നടത്തി നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ കാക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ശുഭോങ്കിൾ. ഇന്ന് അച്ഛൻ്റെ ആബ്സെൻസിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് സ്വാതന്ത്ര്യ ദിനമൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് അച്ഛൻ പള്ളിയിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രെയറിൻ്റെ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അച്ഛനിങ്ങ് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എനിവേ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിന് മുൻപായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം എന്നെ നടത്തിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 3-4 മാസത്തോളമായി കണ്ണിൻ്റെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാനായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു. ഒരിക്കൽ പോലും ഹൈദരാബാദിൽ വന്ന് ഇങ്ങനെ സർജറി നടത്താം എന്ന ഒരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു സന്തോഷിക്കുന്നയാൾ ഞാനാണ് സർജറി കഴിഞ്ഞതിൽ പിന്നെ. കാരണം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ചിലവരൊക്കെ എന്നോട് ചോദിക്കും, കൊച്ചമ്മ ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ, കൊച്ചമ്മയ്ക്ക് കാഴ്ച കൂടിയപ്പോൾ ഞങ്ങളൊക്കെ കൂടുതൽ സൗന്ദര്യമുള്ളവരായോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴാ ശരിക്കും ഈ ലോകത്തിൻ്റെ സൗന്ദര്യം, ചുറ്റുപാടിൻ്റെ സൗന്ദര്യം, എടുത്തു പറഞ്ഞാൽ അച്ഛൻ്റെ സൗന്ദര്യം പോലും ശരിയായ രീതിയിൽ ഇപ്പോഴാണ് കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കാഴ്ച പൂർണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ചിലപ്പം ഞാൻ ഈ വാഷ്റൂമിലൊക്കെ കയറുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കണ്ണാടി വെച്ചിരിക്കുകയാണെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3 years തൊട്ട് ഞാൻ എൻ്റെ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ്, ചൈൽഡ്ഹുഡ് മുതൽ. ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ഇപ്പം ഇല്ല എന്നറിയുമ്പോൾ ചിലപ്പോൾ അത് വെച്ചിരിക്കുകയാണെന്ന് തോന്നിയിട്ട് എടുക്കാനൊക്കെ ഇങ്ങനെ കൈ അറിയാതെ പോകും. സ്പെക്സ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സ്പെക്സ് യൂസ് ചെയ്തിരുന്ന സമയത്തേക്കാൾ നന്നായിട്ട് ലോങ് വിഷൻ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഈ സർജറി കൊണ്ട് സാധിച്ചു.
പ്രത്യേകിച്ച് ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. പ്രാർത്ഥനയാണ് ഒരു വലിയ ശക്തി. കരുതിയവരെ ഓർക്കുന്നു, കാണാൻ വന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുക. പ്രത്യേകിച്ച് ഈ സഭയിൽ കടന്നു വരുവാന്, സഭാജനങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും എനിക്ക് തോന്നുന്നു എന്നെ വിളിച്ച പലരോടും, എൻ്റെ വീട്ടിലും എൻ്റെ റിലേറ്റീവ്സിനോടും ഒക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഇത്രയധികം കരുതുന്ന ഒരു സഭ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 21 വർഷമായി ഞാൻ ആ മിനിസ്ട്രിയിൽ വന്നിട്ട്, കഴിഞ്ഞ 21 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയധികം ഒരു അച്ഛനെയും ഫാമിലിയെയും കരുതുന്ന ഒരു സഭ ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം എനിക്ക് ഹൈദരാബാദ് സഭയോട്, നിങ്ങളോട് പ്രത്യേകിച്ച് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയധികം സ്നേഹം, കരുതൽ ഞങ്ങൾക്ക് നൽകി തരുന്നത് കൊണ്ട്. ഒരിക്കലും ഇത്രയധികം സ്നേഹമൊന്നും ഞങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവം നിങ്ങളെ ഒരുക്കിയതോർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. ഇനിയും കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച സമയത്ത് ഡോക്ടർ ഒരു 50-50 ചാൻസ് ഒക്കെ പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. കാഴ്ച പോകാം, കാഴ്ച കിട്ടാം. ഡോക്ടർ പറഞ്ഞു ഉറപ്പില്ല, നമ്മളൊരു ചാൻസ് എടുക്കുകയാണ്. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്നെ വഴി നടത്തി. പലരും പറയും തിയേറ്ററിൽ ഓപ്പറേഷൻ ടേബിളിലൊക്കെ കിടന്ന സമയത്ത് ടെൻഷൻസ് ഉണ്ടായിരുന്നു, സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സർജറിയുടെ സമയത്ത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. കാരണം ആദ്യത്തെ സർജറിയുടെ സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞില്ല. സെക്കൻഡ് സർജറി ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറോട് തന്നെ പറയണമെന്ന് തോന്നി. ഞാൻ ടേബിളിൽ നിന്ന് എഴുന്നേറ്റോട്ടെ എന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്ര എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു പാട്ട്, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, ആ പാട്ട് എൻ്റെ മനസ്സിൽ അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. എല്ലാവരും പറയും ടേബിളിൽ കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പാടുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും നമുക്കറിയത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം, ആ സമയത്ത് അറിയത്തില്ല ആ പാട്ട് എന്തുകൊണ്ടാണ് ഞാൻ പാടിയെന്നൊന്നും എനിക്കറിയത്തില്ല. വൈഷമ്യമുള്ള ഏതു കുന്നും ഞാൻ കരകയറി നടകൊള്ളുവാൻ, രക്ഷകനൻ കാലുകൾക്ക് വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലെ ഓടിടും. സത്യത്തിൽ ആ പാട്ട് തന്നെ ഒരു ധൈര്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദനയൊക്കെ മാറി. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അത്രയും പെയിൻ തോന്നിയില്ല. ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തി. നമ്മൾ എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഐ ആം നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് ടു മച്ച്. അത്രയൊന്നും വലുതായിട്ട് എനിക്കത് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരകനായി എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സാക്ഷ്യം. ഇന്നത്തെ ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സസ് കമൻസിങ് അറ്റ് 40, വേഴ്സസ് ഫ്രം 40 to 45. ആരെങ്കിലും ബൈബിൾ ഉള്ളവർ ആ ഭാഗം ഒന്ന് വായിക്കുവോ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഒരുപാട് വായിക്കാനായിട്ട് എനിക്ക് പ്രയാസമാ. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായികൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്ത് എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. താങ്ക് യു മോനി ആൻറ്റി. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് ഒരു ലെപ്രനെ കുറിച്ചാണ്.
ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച്, കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ്. കുഷ്ഠരോഗി കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവിനോട് ചോദിക്കുന്നത്, ഇഫ് യു ആർ വില്ലിംഗ്, യു ക്യാൻ മേക്ക് മീ ക്ലീൻ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവ് പറയുന്ന മറുപടി, ഐ ആം വില്ലിംഗ്, ഐ വിൽ ബി ക്ലീൻ. ഐ ആം വില്ലിംഗ് ബി ക്ലീൻ. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. ഒരുപാട് കേട്ട് പരിചയിച്ച ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് വളരെ അടുപ്പമുള്ള, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ചില വാക്കുകൾ ഇതിലുണ്ട്. നമുക്കറിയാം, ഇതിനെ നമുക്ക് 3 തലത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, നമുക്ക് ഇതിനെ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ലെപ്പർ ആൻഡ് എ ഡോക്ടർ, അല്ലെ, ഒരു കുഷ്ഠരോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണിത്. അല്ലെങ്കിൽ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 ഓർഡിനറി പീപ്പിൾ, 2 സാധാരണക്കാരായ വ്യക്തികൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതല്ലെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി അഫക്റ്റഡ് പേഴ്സൺ ആൻഡ് ദ ഹീലർ, സൗഖ്യദായകനും രോഗം ബാധിച്ചയാളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കിവിടെ കാണാം, ഒരു സംഭാഷണം നമുക്കിവിടെ കാണാം. ഈ സംഭാഷണം നടക്കുന്നത്, അതിന് തൊട്ടു മുൻപ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നത് ഗലീലയിൽ വെച്ചാണ്. ഗലീലി എന്ന് പറയുന്നത് നമുക്കറിയാം, ഗലീലി വാസ് ദ പോപ്പുലർ പ്ലേസ്, അല്ലെ? എന്തുകൊണ്ടാ? ഗലീലി വാസ് ദ പ്രൈമറി ലൊക്കേഷൻ ഫോർ ജീസസ് പബ്ലിക് മിനിസ്ട്രി, പെർട്ടിക്കുലർലി അറൌണ്ട് ദ സീ ഓഫ് ഗാലിലി. ഈ കടൽ തീരത്ത്, ഗലീല കടൽ തീരത്തിന്റെ പരിസര പ്രദേശങ്ങളിലാണ് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത്. അതായത് കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഗലീലയുടെ പരിസര പ്രദേശങ്ങളിലാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ ബർത്ത് പ്ലേസ്, ഭൂരിഭാഗം ശിഷ്യന്മാരുടെയും ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഗലീലിയാണ്. കാരണം ഗലീലിയുടെ കടൽ തീരത്തിൽ വെച്ചാണ് യേശു കർത്താവ് തന്റെ പല ശിഷ്യന്മാരെയും കൂടെ കൂട്ടുന്നത്. 5000 പേരെ പോഷിപ്പിച്ചത് ഈ ഗലീലയുടെ പരിസര പ്രദേശങ്ങളിലാണ്. കർത്താവ് കടലിന്മീതെ, വെള്ളത്തിന്മീതെ നടന്നത് ഗലീലയിൽ വെച്ചാണ്. കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചത് ഗലീല കടലിൽ വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും കർത്താവ് ചെയ്തിട്ടുള്ളത് ഈ ഗലീലി എന്ന് പറയുന്ന ദേശത്ത് വെച്ചാണ്. അതായത് ഇസ്രായേലിന്റെ, നോർത്തേൺ ഇസ്രായേലിന്റെ ഒരു റീജിയനാണ് ഈ ഗലീലി എന്ന് പറയുന്നത്. നോർത്തേൺ ഇസ്രായേലിന്റെ ഒരു ഭാഗമാണ് ഗലീലി. അപ്പോൾ ഈ ഗലീലിയിൽ വെച്ചാണ് ഈ കുഷ്ഠരോഗി കർത്താവിനെ കാണുന്നത്. ഈ കുഷ്ഠരോഗം നമുക്കറിയാം, ലെപ്രസി എന്ന് പറയുന്നത് ഒരു ഡിസീസാ, അല്ലെ? ഒരു പകർച്ചവ്യാധിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ആ ഒരു കണ്ടീഷൻ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം അത്രയേറെ വൂണ്ടഡ് ആയിട്ടുള്ള ഒരു ബോഡി, സ്കെയിലി ആയിട്ട്, ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, സ്കെയിൽസ് വരും നമ്മുടെ ശരീരത്തിൽ, ആ വൂണ്ടിൽ നിന്ന് സ്കെയിൽസ് ഇളകി വരും. അത്ര സ്കെയിലി ആയിട്ടുള്ള ഒരു രോഗമാണ് ഈ ലെപ്രസി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ബ്ലീഡ് ചെയ്യുന്നുണ്ടാവാം. ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് പറയുന്നത് റുമാറ്റിക് ആർത്രൈറ്റിസ് ആണ്, അല്ലെ? സിവിയർ റുമാറ്റിക് ആർത്രൈറ്റിസ് ആണ്. ഒരു പക്ഷെ അവൻ അതും ഉണ്ടാകാം. കാരണം ഈ ജോയിൻസിലൊക്കെയാണ്, കൂടുതലും ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് ഈ രോഗം കൂടുതൽ വ്യാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോണിനെ, നമ്മുടെ നെർവിനെ ഒക്കെ ഇത്, നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ ഒക്കെ ഇത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവന് നിവർന്ന് നിൽക്കുവാനോ, പ്രോപ്പറായിട്ട് ഇരിക്കുവാനോ, പ്രോപ്പറായിട്ട് നടക്കുവാനോ ഒന്നും അവന് സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇവിടെ കർത്താവിനോട് ആ മനുഷ്യൻ ഒരു സഹായം ആവശ്യപ്പെടുകയാണ്.
എനിക്ക് തോന്നുന്നു ഇത് ഈ ഗലീലി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാ. ജൂവിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നോൺ ജൂവിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഒരു പക്ഷേ ഈ രോഗം വന്നയാൾ, ഈ ലെപ്പർ എന്ന് പറയുന്ന ആൾ ഒരു ജൂവിഷ് ആയിരിക്കാം, അല്ലായിരിക്കാം. ഞാൻ ചിന്തിക്കുന്നു അവൻ യഹൂദനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്ര ധൈര്യത്തോടുകൂടി കർത്താവിന്റെ മുൻപിൽ വന്ന് നിന്ന് അവന്റെ ആവശ്യങ്ങളെ, അവന്റെ സഹായം ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇതിനു മുൻപ് യേശു കർത്താവിന്റെ സൗഖ്യം നടന്ന പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർത്താവിനെ കണ്ടപ്പോൾ അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്. കർത്താവിന്റെ അടുക്കിലേക്ക് അവൻ വന്നാണോ കർത്താവ് അവന്റെ അടുക്കിലേക്ക് ചെന്നതായാലും രണ്ടായാലും ഇന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ മനുഷ്യൻ ഒരു സഹായവുമായിട്ട് കർത്താവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. പക്ഷെ ആ സഹായം ചോദിക്കുന്നതിനകത്തില് ചില എന്താ പറയുന്നത്, താളപ്പിഴകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി, അല്ലേ? നമ്മൾ ഒരാളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ടോണിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, നമ്മുടെ വോയിസിൽ ഉണ്ടാകുന്ന ചില മോഡുലേഷൻസ് അതിവിടെ ഉണ്ടോ? കാരണം അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എങ്ങനെയാ? ഇഫ് യു ആർ വില്ലിങ് യു ക്യാൻ മേക്ക് മീ ക്ലീൻ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അവനൊരു ചോദ്യം ചോദിച്ചിട്ടാണ് പറയുന്നത്, നിനക്കിന്നത്, നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതെന്താ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? നിനക്ക് മനസ്സുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഹിസ് വോയിസ് ഹാസ് സം ട്രബിൾസ്, അല്ലേ? അവന്റെ ശബ്ദത്തിന് ചില താളപ്പിഴകളുണ്ട്, അവന്റെ ടോണിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അവൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നീ റെഡിയാണോ? എന്നെ സൗഖ്യമാക്കാൻ നീ റെഡിയാണോ? നിനക്ക് മനസ്സുണ്ടോ? നീ എന്നെ കാണുന്നുണ്ടോ? നീ എന്നെ അറിയുന്നുണ്ടോ? നീ എന്റെ അവസ്ഥ കാണുന്നുണ്ടോ? ഇതൊരു സാധാരണ അവസ്ഥയല്ല. ശരീരം മുഴുവനും ഇൻഫെക്റ്റഡായി, വൂണ്ടഡായിട്ട് ഒരു മനുഷ്യൻ മുൻപിൽ വന്ന് നിൽക്കുക. അവൻ നിൽക്കുകയല്ല, അവൻ മുട്ടുകുത്തി എന്നാ പറയുന്നത്. ഹി knelt in front of the Jesus, in front of the Lord Jesus. കർത്താവിന്റെ മുൻപിൽ, യേശു കർത്താവിന്റെ മുൻപിൽ അവൻ മുട്ടുകുത്തി എന്നാ പറയുന്നത്. എത്ര വേദന സഹിച്ചിട്ടാവും അവൻ മുട്ടുകുത്തിയത്? പക്ഷേ അവൻ മുട്ടുകുത്തുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. എന്റെ അവസാനത്തെ പ്രതീക്ഷയായത്, എന്നെ തൊടുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ, എന്നെ കാണുവാൻ, എന്നെ അറിയുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ ഒരാളുണ്ടെങ്കിൽ അതിവൻ മാത്രമാ. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ഇവന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ ആ വിശ്വാസമായിരിക്കാം അവനെ കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തുവാനായി പ്രേരിപ്പിച്ചത്. എത്ര വേദനയുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, നമുക്കറിയാം ചില സമയങ്ങളിലൊക്കെ കമ്മ്യൂണിയൻ എടുക്കാൻ പോകുമ്പോൾ പോലും നമ്മുടെ പലർക്കും, നമ്മുടെ സഭയിലെ ചിലവർക്കൊക്കെ എന്താ പറയുന്നത്, നീ ഡൗൺ ചെയ്യാൻ പ്രയാസമാണ്, മുട്ടുകുത്താനായിട്ട് പ്രയാസമാണ്. അത് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ ശരീരത്തിന്റെ ബലഹീനത, വേദന അവർക്ക് മാത്രമേ അറിയൂ. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ആ വേദന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ ലെപ്രസി ബാധിച്ച് ഈ മനുഷ്യൻ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഈ ഇസ്രായേലിലെ ഗലീലി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന്റെ ഉൾക്കാടുകളിലായിരുന്നിരിക്കാം. കാരണം മനുഷ്യവാസമുള്ള ഇടങ്ങളിലൊന്നും അവനെ നിർത്താൻ പറ്റില്ല. ജനം കാണുന്നിടത്തൊന്നും അവൻ ഉണ്ടായിരിക്കാൻ പറ്റില്ല. കാരണം അവന്റെ രോഗം അങ്ങനത്തെയാണ്. മനുഷ്യർ അവനെ കല്ലെറിയും, മനുഷ്യർ അവനെ ഒറ്റപ്പെടുത്തും, അവൻ ആഹാരം കൊടുക്കത്തില്ല, അവനെ കണ്ടാൽ പുച്ഛിക്കും, അവനെ കളിയാക്കും. അവന്റെ വേദന ആരും അറിയില്ല. ഒരുപക്ഷെ അവൻ ഒളിച്ചിരുന്നിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ താമസിച്ച ഒരു മനുഷ്യൻ, വർഷങ്ങൾ കൊണ്ട് ഈ വേദനയിൽ, ഈ രോഗത്തിൽ, ഈ പ്രയാസത്തിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ വാക്കുകൾ നമുക്കറിയാം അല്പം മൂർച്ചയേറിയതായിരിക്കും, അല്ലേ?
നമ്മൾ തന്നെ ഒരുപാട് നാളുകൾ കൊണ്ട് ചില രോഗങ്ങളിൽ കൂടി സ്ട്രഗിൾ ചെയ്ത് പോകുമ്പോൾ നമ്മളോട് ഒരു മനുഷ്യൻ സംസാരിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടോൺ മാറിയേക്കാം. അവർ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അത് നമ്മുടെ ഇമോഷൻസാ, അത് നമ്മുടെ മനസ്സിന്റെ വേദനയാ. അല്ല, ഒരാള് പ്രതീക്ഷിക്കുന്നത് പോലെ, ഇപ്പം അച്ഛൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ ബിഹേവ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ വേദന എനിക്ക് മാത്രമേ അറിയാവൂ. ഈ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്ക. അതാ ഞാൻ പറഞ്ഞത്, ഹിസ് വേർഡ്സ് were a little sharp. അല്പം മൂർച്ചയേറിയതായിരുന്നു അവന്റെ വാക്കുകൾ. താൻ അനുഭവിക്കുന്ന വേദന കാണാൻ ആരുമില്ലാത്ത അവസ്ഥ. രോഗം വന്നത് തന്റെ പാപം കൊണ്ടാണ്. അതായത് പഴയ നിയമകാലത്ത് നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഈ രോഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു രോഗം വന്നാൽ അവരെ ഒറ്റപ്പെടുത്തുകയാ. പുരോഹിതന്മാർ സർട്ടിഫൈ ചെയ്യും, ഇവൻ രോഗിയാണ്, ഇവൻ സമൂഹത്തിൽ പുറന്തള്ളപ്പെടേണ്ടവനാണ്. അവനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളും. മനുഷ്യവാസമില്ലാത്ത ഇടത്തേക്ക് അവനെ തള്ളിക്കളയും, അവനെ ഒറ്റപ്പെടുത്തും. ഒരുപക്ഷെ അവൻ പറയുന്നത് കേൾക്കാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ അല്ലേ? ആ ഒരു അവസ്ഥയിൽ അവൻ എങ്ങനെയാ വേറെ രീതിയിൽ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുക? എങ്ങനെയാ അവൻ ഇച്ചിരി പൊളൈറ്റായിട്ട് ചോദിക്കാൻ പറ്റുക? അപ്പോൾ അവന്റെ വാക്കുകൾക്ക് മൂർച്ചയുള്ളതായിത്തീരും അല്ലേ? ഈ രോഗമൊന്നും വരാതെ തന്നെ ചിലവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ചില ടോണുകളൊക്കെ മാറും അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തവര് നമ്മുടെ മുൻപിൽ വന്ന് നിന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണങ്ങൾ ചെയ്താൽ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുക? നമ്മുടെ റെസ്പോൺസ് എന്നാ? നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാ? ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തേ ഇല്ല. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മിക്കവാറും കാണുന്ന, നമ്മുടെ പള്ളിയിലെ തന്നെ ഞാൻ പറയുന്നില്ല, നമ്മൾ മിക്കവാറും രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ ആളിന്റെ കണ്ണിലോട്ട് നോക്കി സംസാരിക്കുവാണെങ്കിലും ഒരു അര സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ വേറെ ആളുടെ അതുവഴി പോകുന്നവരുടെ മുഖത്തോട്ട് നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരെയാ നമ്മൾ നോക്കുന്നത്. ഒരു മിനിറ്റ് നമ്മളോട് കുശലാന്വേഷണം നടത്താൻ വരുന്ന ആളിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ, സ്നേഹത്തോടെ ഒരു മിനിറ്റ് നിന്ന് സംസാരിക്കാൻ, ചിരിച്ച മുഖവുമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ പിന്നെ ഇത്രയധികം വേദന അനുഭവിക്കുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു രോഗിയായ പോട്ടെ, ഈ ഒരു ലെപ്പറിനെ വിട്ടായിരുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മളൊക്കെ രോഗികളായിട്ടിരിക്കുന്നു, നമ്മളെ കാണാൻ വരാൻ ആരുമില്ല, നമ്മളെ അന്വേഷിക്കാൻ ആരുമില്ല, നമുക്കൊരു നേരത്തെ ആഹാരം തരാൻ ആരുമില്ല, നമ്മളെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ ആരുമില്ല, നമ്മളെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാൻ ആരുമില്ല, നമുക്കൊന്നും വിശേഷം ചോദിക്കാൻ ആരുമില്ല, നമ്മുടെ വിശേഷം തിരക്കാൻ ആരുമില്ല. ഒന്നുമില്ലാതെ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരുമില്ലാത്ത ഒരവസ്ഥ. അവർക്ക് എങ്ങനെയാ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പറ്റുക? അപ്പോൾ അവരുടെ ടോണിന് മാറ്റം വരും, അവരുടെ എക്സ്പ്രഷൻ മാറും, അവരുടെ ജീവിത ശൈലിക്ക് മാറ്റമുണ്ടാകും അല്ലേ? അതാ ഇവിടെ സംഭവിച്ചത്. അതാ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു ലെപ്രസി എന്ന് പറയുന്ന രോഗം, കുഷ്ഠരോഗം, ഒരു മനുഷ്യൻ നോക്കത്ത് പോലുമില്ല അല്ലേ? ഭയമാ, അവനെ കാണുമ്പോഴേ മനുഷ്യന് ഭയമാ. അവർ ഓടി ഒളിക്കും, അല്ലെങ്കിൽ അവർ കല്ലെടുത്തെറിയും. ഇവിടെ ഈ വേദനയുടെ ആഴം മനസ്സിലാക്കുന്നത് കർത്താവാ. കർത്താവ് അവനെ കാണുകയാ, കർത്താവ് അവനെ അറിയുകയാ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു കമ്പാനിയൻഷിപ്പായിട്ട് തീരുകയാ. അങ്ങനെ ചിന്തിക്കുന്നതാ എനിക്കിഷ്ടം. ഈ ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ ഒരു കമ്പാനിയൻഷിപ്പായിട്ട് മാറുന്നു. സംഭാഷണം ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് ആയിത്തീരുകയാ, ഒരു അടുപ്പത്തിലേക്കായിത്തീരുകയാ, ഒരു റിലേഷൻഷിപ്പിലേക്കായിത്തീരുകയാ. ആരോഗ്യമുള്ള നമുക്ക്
പലതിൻ്റെയും പേരിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ കഴിയാതിരിക്കുന്ന ആ സമയത്ത് ഇവിടെ ഈ മനുഷ്യൻ മുട്ടുകുത്തി ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, ഐ ആം വില്ലിങ്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാ മനസ്സ്. നിനക്ക് മനസ്സുണ്ടോ എൻ്റെ അടുത്തോട്ടൊന്ന് വരാന്? നിനക്ക് മനസ്സുണ്ടോ ഇത് ചെയ്യാൻ? അപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നേ? കൊച്ചമ്മേ, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് വരണം എന്നുണ്ട്, കൊച്ചമ്മയെ കാണാൻ എനിക്ക് വരണം എന്ന് മനസ്സുണ്ട്, പക്ഷെ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. ഇപ്പൊ വീട്ടിൽ ഗസ്റ്റ് വരും, വീട്ടിലെ ജോലി, പിന്നെ വീട്ടിലെ ജോലി കൂടാതെ എൻ്റെ പ്രൊഫഷൻ, ഇതെല്ലാം കൊണ്ട് എനിക്ക് കൊച്ചമ്മയെ കാണാൻ വരാൻ പറ്റുന്നില്ല. അതൊരു കുറ്റമല്ല, അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആരും അത് ഒരു തെറ്റിദ്ധാരണയിൽ എടുക്കരുത്. അതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന മനസ്സ്, നമ്മൾ പറയുന്നത് എന്താ? മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും മനസ്സുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. എനിക്ക് മനസ്സുണ്ട് അച്ഛാ, എനിക്ക് ഫാസ്റ്റിംഗ് പ്രയറിന് കയറാൻ എനിക്ക് മനസ്സുണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല അച്ഛാ, അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് അങ്ങനല്ല. കർത്താവ് മനസ്സുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ശുദ്ധമാകാ എന്ന് പറഞ്ഞങ്ങ് പോവല്ല ചെയ്തത്, ആണോ? കർത്താവ് മനസ്സുണ്ട്. കർത്താവ് ആദ്യം നമ്മൾ അവിടെ വായിക്കുന്നത് യേശു മനസ്സലിഞ്ഞെന്നാ, അല്ലേ? Jesus sympathized with this man's horrible condition. Jesus sympathized with this man's horrible condition. ഈ മനുഷ്യന്റെ വേദനയിൽ, ഈ മനുഷ്യന്റെ രോഗാവസ്ഥയോട് യേശു മനസ്സലിഞ്ഞു. യേശു മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിന് പോലും കരച്ചിലുണ്ടായി, യേശുവിന്റെ പോലും ഹൃദയം തകർന്നു പോയി. അപ്പൊ മനസ്സ് മാത്രം പോരാ, അല്ലേ? മനസ്സ് മാത്രം പോരാ. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, എനിക്ക് മനസ്സുണ്ടച്ചാ, എനിക്ക് കയറാൻ സമയം കിട്ടാറില്ല. അല്ല, മനസ്സുണ്ടേ നീ കയറിയിരിക്കും. അതാണ് മനസ്സും പ്രവൃത്തിയും ഒരുമിച്ചാകുന്നിടത്താണ് സൗഖ്യം സാധ്യമായി തീരുന്നത്. അത് പറയാനാ ഞാൻ വന്നത്. അതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ കമ്പാനിയൻഷിപ്പ് ആയി എന്ന് പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നീ റെഡി ആണെങ്കിൽ, നീ വില്ലിങ് ആണെങ്കിൽ നിനക്കിത് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ നിനക്ക് മനസ്സില്ല. നമ്മളോട് ചിലവരൊക്കെ പറയും, എന്താ പ്രാർത്ഥിക്കണേ എന്ന് പറയും, അല്ലേ? കൊച്ചമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണേ. നമ്മൾ എന്താ പറയുന്നേ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു നേരമെങ്കിലും, ഒരു സമയത്തെങ്കിലും, അറ്റ്ലീസ്റ്റ് നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അവരെ ഓർക്കാറുണ്ടോ? ഒരു പ്രാവശ്യം. അതാണ് വെറുതെ നമ്മൾ ഒരുപാട് വാക്കുകൾ, നമ്മളെല്ലാം അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സൺസാ, അല്ലേ? അങ്ങനെ പറയാനാ എനിക്കിഷ്ടം. നമ്മളെല്ലാം ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺസും പ്രസിഡന്റ്സും വൈസ് പ്രസിഡന്റ്സും സെക്രട്ടറീസും ട്രഷറേഴ്സും ഒക്കെയാ. കാരണം എന്താ? ഉപദേശം മാത്രം കൊടുക്കാൻ നമ്മൾ ഇരിക്കുക, പക്ഷെ പ്രവൃത്തിയിൽ ഇതൊന്നും ഇല്ല. പ്രവൃത്തിയിൽ ഇതൊന്നുമില്ല. വാക്കുകൾ കൊണ്ട് നമ്മളെല്ലാവരെയും സുഖിപ്പിച്ചു നിർത്തും. നമ്മൾ പറയത്തില്ലേ, നമ്മളെല്ലാം ഇങ്ങനെ കവറപ്പ് ചെയ്യും. നമ്മൾ വാക്കുകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കേട്ടാ, അയ്യോ, നമ്മൾ പറയത്തില്ലേ, അയ്യോ അവന്റെ സംസാരം കേട്ടാൽ തേനിറ്റ് വീഴും. അങ്ങനെ നാട്ടിലൊരു പ്രയോഗം ഉണ്ടല്ലേ, അവൻ സംസാരിക്കുന്നത് കേട്ടാൽ തേനിറ്റ് വീഴും. പക്ഷെ അവന്റെ ശരിയായ സ്വഭാവം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവൻ എത്രത്തോളം തേൻ അവന്റെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളത്, അല്ലേ? അവന്റെ വാക്കുകൾ ചിലപ്പോഴൊക്കെ കേൾക്കുമ്പോൾ, അല്ലാത്തപ്പോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ അവന്റെ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് കർത്താവിന് മനസ്സിലായി കേട്ടോ. നീ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അത് മാത്രമല്ല കേട്ടത്, അവൻ ഒരുപാട് ചോദ്യങ്ങൾ അതിനുള്ളിൽ വെച്ചാ ചോദിച്ചത്. ഒരു പക്ഷേ ആ കുഷ്ഠരോഗി, ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഞാൻ ചിന്തിക്കുന്നത്, അവൻ ചോദിച്ചിട്ടുണ്ടാകുന്ന ഇങ്ങനെയല്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും നീ എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ഞാൻ നിലവിളിച്ചിട്ടും നീ എന്തേ എൻ്റെ നിലവിളി കേട്ടില്ല? ഞാൻ ഈ അവസ്ഥയിൽ കിടന്നിട്ടും നീ എന്തേ എന്നെ കാണുന്നില്ല? നീ എന്നെ നോക്കുന്നില്ല?
ഇത്രയും വർഷം ഒറ്റപ്പെട്ട് ഞാൻ ജീവിച്ചിട്ടും നീ എന്തേ എൻ്റെ അടുക്കൽ വന്നില്ല? ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ. കർത്താവേ, എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ എന്താ എനിക്ക് സൗഖ്യം തരാതിരുന്നത്? അതാ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു 39 years ആയി ഞാൻ എൻ്റെ കണ്ണിന്റെ പ്രശ്നവുമായിട്ട് പോയിട്ട്. ആരും ഈ പ്രശ്നം കണ്ടുപിടിച്ചില്ല. എനിക്കൊരു ഷോർട്ട് ഐ, അതായത് എൻ്റെ ഐബോൾ ഷോർട്ട് ആണെന്നുള്ള പ്രശ്നം, അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നത്, അതുകൊണ്ടാണ് എൻ്റെ വിഷൻ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടേഴ്സിനും സാധിച്ചില്ല. അത് കണ്ടുപിടിക്കാൻ 39 years എടുത്തു. US ട്രീറ്റ്മെന്റ് നടത്തി, ബാംഗ്ലൂർ ട്രീറ്റ്മെന്റ് നടത്തി, ചെന്നൈയിൽ ട്രീറ്റ്മെന്റ് നടത്തി, ഡൽഹിയിൽ ട്രീറ്റ്മെന്റ് നടത്തി, മുംബൈയിൽ ട്രീറ്റ്മെന്റ് നടത്തി. ഞാൻ പോകാത്ത സ്റ്റേറ്റ്സ് ഇല്ല. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ പോയി ട്രീറ്റ്മെന്റ് നടത്തിയ ആളാണ്. പക്ഷേ അവരാരും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചില്ല. അത് കണ്ടുപിടിക്കാൻ 39 ലോങ് ഇയേഴ്സ് വേണ്ടി വന്നു എൻ്റെ ലൈഫിൽ. ഞാൻ ജനിച്ചതിൽ പിന്നെ 39 ഇയേഴ്സ് വേണ്ടി വന്നു ഇത് ഐഡന്റിഫൈ ചെയ്യാൻ. എന്താണ് എൻ്റെ പ്രശ്നം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ 39 ഇയേഴ്സ് വേണ്ടി വന്നു. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, എന്തുകൊണ്ട് നീ എനിക്ക് തരുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ മക്കളുടെ കല്യാണം നടക്കുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് വീട് തരുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് കാറ് തരുന്നില്ല? വൈ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് കർത്താവേ? അതിന് കർത്താവിന് ഒരു മറുപടിയേ ഉള്ളൂ. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് നീ ഏറ്റു പറയുന്ന ഇടത്ത് ഞാൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷനാകും. നിന്റെ രോഗത്തിന് സൗഖ്യം അപ്പം ലഭിക്കും. അപ്പൊ എന്താണ് കുറവെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം കഴിയണം. ഇവിടെ ഈ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനായിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അത് ഞാൻ ഒറ്റ ചോദ്യത്തിൽ ഒതുക്കുകയാ. നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് ഇതേ ചോദ്യം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തോട് പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ അയൽക്കാരൻ ചോദിക്കുന്നുണ്ട്. അവൻ ആഹാരമില്ലാതെ തളർന്നു കിടക്കുമ്പോൾ അവൻ ചോദിക്കുന്നു, അവൻ എന്നെ നോക്കി ചോദിക്കുകയാ, നിനക്ക് മനസ്സുണ്ടോ എന്നെ കാണാൻ? നിനക്ക് മനസ്സുണ്ടോ എന്നെ അറിയാൻ? ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് നൽകി തരാൻ നിനക്ക് മനസ്സുണ്ടോ? അതറിഞ്ഞാൽ മതി. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നിനക്ക് ചെയ്യുവാൻ കഴിയും. നമ്മുടെ പ്രശ്നം നമുക്ക് മനസ്സില്ല. പക്ഷേ നമ്മൾ പൊളൈറ്റായിട്ട് കവറപ്പ് ചെയ്ത് നമ്മൾ ഒരു ഒന്നൊന്നര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് നമ്മൾ ചിരിച്ച് നമ്മൾ വളരെ പ്ലസന്റ് മൂഡിൽ പറയും, യെസ്, ഐ വിൽ ഡു ഫോർ ദിസ്. ഞാൻ ഇത് നിനക്ക് വേണ്ടി ചെയ്യും. അത് വേണ്ട കർത്താവിന്. അങ്ങനെയുള്ള പൊള്ളയായ വാക്കുകൾ കർത്താവിന് വേണ്ട. അങ്ങനെയുള്ള കള്ളത്തരമുള്ളവരെ വേണ്ട. അവരെ നോക്കിയാ കർത്താവ് വിളിച്ചത് ഹിപ്പോക്രറ്റ്സ്, കപട ഭക്തിക്കാരെ. നമ്മളൊക്കെ ഏത് ഗണത്തിൽ പെടുന്നവരാ? നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിന്റെ അവസ്ഥ അറിയുന്നു. നമ്മൾ ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ, അതിനുത്തരമായി കർത്താവിന് ഒന്നേ പറയാനുള്ളൂ, അല്ലേ? നീ എന്നെ കാണുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ലേ? നീ എന്നെ കേൾക്കുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ചോദിക്കുക. കർത്താവ് പറയുന്നു, ഐ ക്യാൻ സീ യു, ഐ ക്യാൻ ഹിയർ യു, ഐ ക്യാൻ ലിസൺ യു, ഐ ക്യാൻ ഹീൽ യു. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഞാൻ ചെയ്യും. ഇനി നിന്നെ കാണുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്, നിന്നെ ഞാൻ സൗഖ്യമാക്കാൻ റെഡിയാ. ഇതെല്ലാം ഞാൻ ചെയ്യും. നിന്നെ കേൾക്കുന്നുണ്ട് ഞാൻ. പക്ഷേ എവിടെയൊക്കെയോ ചില കുറവുകൾ നിനക്കുണ്ട്, അല്ലേ? ഒറ്റപ്പെടലിന്റെ അവസ്ഥ അറിഞ്ഞ ദൈവം ഇവിടെ പ്രവർത്തിക്കുക. The Lord recognized his isolation. ഒറ്റപ്പെടൽ അവൻ മനസ്സിലാക്കി. അവന്റെ ഒറ്റപ്പെട്ട അവസ്ഥ ദൈവം മനസ്സിലാക്കി. കർത്താവ് പറയുന്നു, നീ ഒറ്റപ്പെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. കർത്താവ് എന്താ ചെയ്തത്?
കർത്താവ്, he reached out his hands, he touched him. അല്ലേ? He touched him. Jesus stretched out his hands to him. യേശു അവന്റെ മേൽ തൊട്ടു. He touched him. കുഷ്ഠരോഗിയായ മനുഷ്യനെ യഹൂദനായ കർത്താവ് തൊടുകയാ. ഒരുപക്ഷെ സമൂഹം കർത്താവിനെ ഒറ്റപ്പെടുത്തിയേക്കാം. കൂടെ നിൽക്കുന്നവർ അവനെ തൊട്ടതിന്റെ പേരിൽ മാറിപ്പോയേക്കാം. അവൻ ആ പ്രദേശത്തൂടെ പിന്നെ നടക്കുവാൻ സാധിക്കാതെ പോയേക്കാം. എങ്കിലും കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് വെച്ചാൽ നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ കൂടെ കൂട്ടാൻ, നിന്നെ ആശ്ലേഷിപ്പാൻ, നിന്നെ ഹഗ് ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട്. മനസ്സുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിന്റെ പ്രവൃത്തി കൂടി അങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമായത്. മനസ്സുണ്ടെങ്കിൽ നീ ചേർത്ത് പിടിക്കണം. മനസ്സുണ്ടെങ്കിൽ നീ തേടി ചെല്ലണം. കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാ കർത്താവ് അവന്റെ അടുക്കൽ ചെന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവൻ ഗലീല പ്രദേശത്ത് പല സമയങ്ങളിൽ അവൻ കടന്നു പോയതാ. എന്തുകൊണ്ട് ഇവനെ കണ്ടില്ല? പക്ഷെ കർത്താവിന് ഒരു സമയമുണ്ട്. കർത്താവ് അവനെ കാണുവാനായിട്ട് ഈ പ്രദേശത്ത് വന്നു. അവനെ തേടി എത്തി അവന്റെ മുമ്പിൽ നിന്നു. നിനക്ക് പറയാനുള്ളത് ഇപ്പൊ പറയാം. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിൽക്കുകയാ. നിനക്ക് പറയാനുള്ളത് എന്തായാലും നിനക്ക് എന്നോട് പറയാം. അവൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. നിനക്ക് മനസ്സുണ്ടോ എന്റെ അവസ്ഥ കാണാൻ? നീ റെഡിയാണോ എന്നെ ഒന്ന് തൊടാൻ? നിനക്ക് പറ്റുമോ എനിക്ക് ഇച്ചിരി സ്വാതന്ത്ര്യം തരാൻ? നിനക്ക് കഴിയുമോ എന്നെ ഈ സമൂഹത്തിലെ ഒരാളാക്കി തീർക്കാൻ? നിനക്ക് പറ്റുമോ എന്റെ സഭയിൽ എനിക്കൊന്ന് കടന്നു പോകാൻ? നിനക്ക് പറ്റുമോ? നിനക്ക് മനസ്സുണ്ടോ ഇതിനൊക്കെ? അങ്ങനുണ്ടെ മാത്രം നീ എന്നെ സൗഖ്യമാക്കിയാ മതി. കർത്താവ് പറയുന്നു, എനിക്ക് മനസ്സുണ്ട് മോനെ, മോളെ, എനിക്ക് മനസ്സുണ്ട്. നീ വിഷമിക്കണ്ട. നിന്റെ ഏത് പ്രയാസത്തിലും, നിന്റെ ഏത് രോഗത്തിലും, നീ മറ്റുള്ളവരോട് പറയാതെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരകനായി ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. I am always with you. I am always with you. ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. No one will touch him. അല്ലെ? അവനെ ആരും തൊടില്ല. No one will go to him. അവന്റെ അടുക്കൽ ആരും പോവില്ല. പക്ഷെ കർത്താവ് തൊട്ടു. കർത്താവ് അവന്റെ അടുക്കൽ ചെന്ന് അവനെ തൊട്ടു, അവനെ കെട്ടിപ്പിടിച്ചു. നമ്മൾ അവിടെ വായിക്കുന്നത് he completely cured. അല്ലേ? അവൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ കരം തൊട്ടപ്പോൾ അവന്റെ കുഷ്ഠരോഗം അവനെ വിട്ടകന്നു പോയി. അവനൊരു സാധാരണ മനുഷ്യനായി തീർന്നു എന്നാ നമ്മൾ കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. കളറിന്റെ പേര് ഒരുപാട് കോംപ്ലക്സുകൾ നമുക്കുണ്ട്. കറുത്തിരിക്കുന്നത്, വെളുത്തിരിക്കുന്നത്, പണക്കാരൻ, പാവപ്പെട്ടവൻ, വലിയ കാറുള്ളവൻ, ചെറിയ കാറുള്ളവൻ, വലിയ വീടുള്ളവൻ, ചെറിയ വീടുള്ളവൻ, വീടില്ലാത്തവൻ, വാടകയ്ക്ക് താമസിക്കുന്നവൻ, മറ്റുള്ളവർക്ക് പറയത്തക്ക ഒന്നും കയ്യിലില്ലാത്തവർ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവരെക്കുറിച്ചും എന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനായിട്ടുണ്ട്. പക്ഷേ കർത്താവ് നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഇതൊന്നും നമുക്ക് ഓർക്കുവാൻ കഴിയില്ല. എനിക്ക് മനസ്സുണ്ടോ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. മറ്റുള്ളവരെ കുറിച്ച് ദോഷം ചിന്തിപ്പാൻ എനിക്ക് പറ്റില്ല. മറ്റുള്ളവന്റെ കുറവ് എടുത്തു പറഞ്ഞ് കളിയാക്കുവാൻ എനിക്ക് പറ്റില്ല. മറ്റുള്ളവനെ കല്ലെറിയുവാൻ എനിക്ക് പറ്റില്ല. ഇതൊക്കെ പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാ? എനിക്ക് മനസ്സുള്ളത് കൊണ്ടാ. അപ്പൊ നമ്മൾ വെറുതെ മനസ്സുണ്ടെന്ന് പറയരുത്. മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുവാൻ, നമ്മൾ കാണിക്കുന്ന ഈ ചെയ്തികൾക്കൊക്കെ കൂട്ടുനിൽക്കുവാൻ ഒരു പക്ഷേ കർത്താവ് ഉണ്ടാവില്ല. നമുക്ക് സൗഖ്യം കിട്ടാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ ചെയ്യുന്ന ചെയ്തികളാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പ്രവൃത്തികളാണ് നമുക്ക് പലപ്പോഴും ദോഷമായിട്ട് നിൽക്കുന്നത്. അതാ നമ്മുടെ കുറവ്. നല്ലത് വിതയ്ക്കുന്നവൻ നല്ലത് കൊയ്യും, തിന്മ വിതയ്ക്കുന്നവൻ തിന്മ കൊയ്യും. ഇതൊക്കെ വായിച്ചു
വായിച്ചു. ബൈബിൾ എല്ലാം നമ്മൾ കാണാപ്പാഠമാണ്. ഏത് വാക്യം ചോദിച്ചാലും. ഞാൻ അത്ര പെർഫെക്റ്റ് ആയ ആളല്ല കേട്ടോ. എനിക്ക് ബൈബിളിൽ നിന്ന് അങ്ങനെയൊന്നും ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ ലെസൺസ് എല്ലാം, ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഏതാന്ന് പറഞ്ഞ് ചോദിച്ചാൽ പോലും ഒരു പക്ഷേ ഞാൻ എന്താ പറയുന്നത്, ഈ ബുക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് കൺഫ്യൂഷൻസാണ്. ഞാൻ അത്ര പെർഫെക്റ്റ് ആളൊന്നും അല്ല. ഒരുപാട് വീക്ക്നെസ് ഉള്ള ആളാണ് ഞാൻ ഒരു സാധാരണക്കാരിയായ ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല ചോദിക്കും, അച്ഛൻ്റെ ഭാര്യയല്ലേ, എന്തുകൊണ്ട് ബൈബിൾ എല്ലാം അറിയത്തില്ലേ? ബൈബിളെല്ലാം നോ, എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പഠിക്കുമ്പോൾ അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ പഠിക്കാൻ ശ്രമിക്കുക. എൻ്റെ അനുഭവവുമായി, കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഞാൻ ശ്രമിക്കുക. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് നല്ലൊരു മനസ്സില്ല. അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയാതെ പോകുന്നത്. മറ്റുള്ളവരെ എനിക്ക് കാണാൻ കഴിയാതെ പോകുന്നത് എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്. മനസ്സുണ്ടെങ്കിൽ, എത്ര സമയമില്ലെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. ഞാൻ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിച്ചിരിക്കും. അതാ പറഞ്ഞത്, കർത്താവ് ഇവിടെ പറയാതെ പറയുകയാ, ലെറ്റ് ദം ഗോ. അവർ പൊക്കോട്ടെ. നിന്നെ കല്ലെറിയുന്നവർ പൊക്കോട്ടെ, നിന്നെ ദുഷിക്കുന്നവർ പൊക്കോട്ടെ, നിന്നെ മാറ്റി നിർത്തിയവരൊക്കെ പൊക്കോട്ടെ. ഐ ആം വിത്ത് യു ആസ് എ ഫ്രണ്ട്, ആസ് എ ടീച്ചർ, ആസ് എ ഡോക്ടർ, ആസ് എ ഹീലർ. ഐ ആം ഓൾവേസ് വിത്ത് യു. സൗഖ്യദായകൻ എന്ന തലത്തിൽ, അധ്യാപകൻ എന്ന തലത്തിൽ, ഡോക്ടർ, വൈദ്യൻ എന്ന തലത്തിൽ, ഗുരു എന്ന തലത്തിൽ, സഹപാഠി, സുഹൃത്ത് എന്നുള്ള തലത്തിൽ, മദർ എന്ന തലത്തിൽ, ഫാദർ എന്ന തലത്തിൽ, ഏത് തലത്തിൽ നീ എന്നെ കണ്ടാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഐ ആം ഓൾവേസ് വിത്ത് യു. ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നിനക്ക് ഒരു മനസ്സുണ്ടായിരിക്കണം. ഇവിടെ മനസ്സ് കർത്താവിന് വന്നപ്പോൾ അവന്റെ ആരോഗ്യത്തെ അവൻ തിരികെ കൊടുക്കുക. He restoration of his health and social standing. സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവനായിരുന്നവനെ സമൂഹത്തിൽ അവൻ നിലനിർത്തുകയാ. അവന്റെ ആരോഗ്യം തിരികെ കൊടുത്ത് കർത്താവ് അവനെ നിലനിർത്തുകയാ. കർത്താവ് അവനോട് പറയുന്നു, നീ എന്നോട് സംസാരിച്ചപ്പോൾ, നീ എൻ്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ, നീ എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. അതിനു മുന്നേ ഞാൻ നിന്റെ വേദന അറിഞ്ഞു. ഞാൻ നിന്റെ വേദന എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ നിന്റെ രോഗത്തിന്റെ പ്രയാസങ്ങളെ അറിഞ്ഞു. പക്ഷേ നമ്മളൊക്കെ റെഡിയാണോ സൗഖ്യം സ്വീകരിക്കാൻ? അതാ ഞാൻ പറഞ്ഞത്, ഐ ആം റെഡി ടു ഡു. ചെയ്യാൻ ഞാൻ റെഡിയാ. ബട്ട് we should prepare ourselves to receive the healing. സൗഖ്യം സ്വീകരിക്കുവാൻ നമ്മൾ റെഡിയായിരിക്കണം. നമ്മളെ തന്നെ അതിനു വേണ്ടി ഒരുക്കണം. ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കൂടെയുള്ളവന്, നമ്മുടെ കൂടെ ആരാധിക്കുന്നവന്, നമ്മുടെ കൂടെ ഫെലോഷിപ്പിലായിരിക്കുന്നവന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടാൽ, നമ്മുടെ സഭയിലായിരിക്കുന്ന ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ട് എന്ന് കണ്ടാൽ, രോഗത്തിലാണെന്ന് കണ്ടാൽ, വിഷമം ഉണ്ട് എന്ന് കണ്ടാൽ, അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ, നമ്മൾ നിലവിളിച്ചത് കൊണ്ടോ, നമ്മൾ കരഞ്ഞത് കൊണ്ടോ, മുട്ടുകുത്തിയത് കൊണ്ടോ, കമ്മ്യൂണിയൻ എടുത്തത് കൊണ്ടോ, അച്ഛന്മാരെ ഹെൽപ്പ് ചെയ്ത് ഒരു കാര്യവും ഇല്ല. നമ്മൾ ദാനം കൊടുത്തിട്ട് പോലും കാര്യമില്ല. മനസ്സ് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, സൗഖ്യം വിദൂരത്തല്ല. സൗഖ്യം ഇന്ന് എൻ്റെ അടുക്കലുണ്ട്, എൻ്റെ മധ്യത്തിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കിടക്കയിലുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പമുണ്ട്, എൻ്റെ ബന്ധത്തിലുണ്ട്. പക്ഷേ അത് തിരിച്ചറിയുവാനുള്ള മനസ്സാണ് പ്രധാനം. ഇവിടെ സൊസൈറ്റി ഒരു ഫെൻസിങ് കെട്ടി അവനെ ആക്കിയിരിക്കുകയായിരുന്നു, അല്ലേ?
ഒരു വലിയ വലയത്തിനുള്ളിൽ, ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഈ ലെപ്പറിനെ ആക്കിയിരിക്കുക, ഈ കുഷ്ഠരോഗിയെ ആക്കിയിരിക്കുകയായിരുന്നു. ആ വലയം പൊളിച്ച് കടന്ന് ഇപ്പുറത്തോട്ട് വരാൻ അവന് സാധിക്കില്ല. ബാരിക്കേഡ് വെച്ച് അവനെ ഇങ്ങനെ വളഞ്ഞിരിക്കുക. അവന്റെ ചുറ്റും ബാരിയേഴ്സാ. ഇവിടെ കർത്താവ് ആ സോഷ്യൽ ഈവിൾസിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട്, എല്ലാ ബാരിക്കേഡിനെയും ചവിട്ടി ദൂരെ എറിഞ്ഞുകൊണ്ട്, എല്ലാ ഫെൻസിങ്ങും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവ് അവന്റെ അടുക്കൽ വന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കുകയാ. മോനെ, മോളെ, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ, ബി ക്ലീൻ. I am willing, be clean. ഇനിയും ഈ ചോദ്യം നീ എന്നോട് ചോദിക്കണ്ട. ഇനിയും ഈ ചോദ്യത്തിന് എൻ്റെ മുൻപിൽ പ്രസക്തിയില്ല. കാരണം ആ ചോദ്യം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയും മുതലുള്ള നിന്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സ് എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. അതിൻ്റെ അടയാളമാണ് നിന്റെ ശരീരത്തിന്റെ വിടുതൽ, നിന്റെ മനസ്സിന്റെ വിടുതൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ഒരു ഹീലിംഗ് അനുഭവിക്കണമെങ്കിൽ, ഒരു ഹീലിംഗ് റിസീവ് ചെയ്യണമെങ്കിൽ, യു ഷുഡ് പ്രിപ്പയർ ourselves. We should prepare ourselves to receive the healing. സൗഖ്യം സംഭവിക്കുവാൻ, ഒരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അതിനെങ്ങും ഓടിപ്പോണ്ട, ഒരു പ്രാർത്ഥനയ്ക്കും ഓടിപ്പോണ്ട, അങ്ങോട്ട് ചെല്ലണ്ട, ഇങ്ങോട്ട് വന്നു തന്നോളും. പക്ഷേ നമ്മുടെ മനസ്സ് നല്ലതായാൽ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ദൈവം തരും. കർത്താവ് പറയുന്നു, നിനക്ക് സൗഖ്യം കിട്ടി, പക്ഷെ നീ ഇത് ആരോടും പറയരുത്. ഇനിയും ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അല്ലേ? കർത്താവ് അവനോട് അങ്ങനെയാ പറയുന്നത്. You say nothing to anyone. That you say nothing to anyone. ആ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. പക്ഷേ നീ പറയേണ്ട ഒരിടമുണ്ട്, നിന്നെ തന്നെ കാണിക്കേണ്ട ഒരിടമുണ്ട്. അതെവിടെയാ? പുരോഹിതന്റെ മുൻപിൽ നിന്നെ തന്നെ കാണിക്കുക. ഗോ ഷോ യുവർ സെൽഫ് ടു ദ പ്രീസ്റ്റ്. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, അന്നത്തെ കാലഘട്ടത്തിന്റെ സിസ്റ്റം അനുസരിച്ച്, അന്നത്തെ ട്രഡീഷൻ അനുസരിച്ച് ഒരു പുരോഹിതനാ സർട്ടിഫൈ ചെയ്യുന്നത്, ഒരു അച്ഛനാ സർട്ടിഫൈ ചെയ്യുന്നത്. യു ആർ എലിജിബിൾ ഓർ നോട്ട്. ഈ സമൂഹത്തിൽ നിൽക്കാൻ, ഈ സമൂഹത്തിന്റെ, ഈ സഭയുടെ ഭാഗമായിരിക്കാൻ നീ എലിജിബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പുരോഹിതന്മാരായിരുന്നു. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നീ അവിടെ ചെന്ന് നിനക്ക് കിട്ടിയ സൗഖ്യത്തിന് നീ ഓഫറിങ് നൽകണം. മോശ പറഞ്ഞ പ്രകാരം എന്താണോ നീ സഭയ്ക്ക് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് നീ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നീ സർട്ടിഫിക്കേഷൻ മേടിക്കണം. I am okay. I am perfectly all right to stand in front of you. നിന്റെ മുൻപിൽ നിൽക്കാൻ ഞാൻ ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാ. അത് പറഞ്ഞാൽ അതോടുകൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അവൻ വളരെ സന്തോഷത്തോടുകൂടി, അവനോട് പറയരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ സന്തോഷ തിമിർപ്പ് കൊണ്ട്, കാരണം വർഷങ്ങളായിട്ട് അവൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന്, അവനെ കെട്ടിയിട്ടിരുന്ന ചങ്ങലയിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ച്, സ്വാതന്ത്ര്യം പ്രാപിച്ച് അവൻ ഓടി എല്ലാവരോടും പറഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടി, എൻ്റെ യേശു കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പക്ഷെ അതുകൊണ്ട് സംഭവിച്ചത് എന്താ? യേശു കർത്താവിന് ആ പ്രദേശത്ത് നിൽക്കുവാൻ സാധിച്ചില്ല. ജനങ്ങൾ ഓടി അടുത്തു എന്നാ പറയുന്നത്. ജനങ്ങൾ തിങ്ങിക്കൂടി അവൻ ആ പ്രദേശം വിട്ടു പോകേണ്ടി വന്നു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സൗഖ്യം വിദൂരത്തല്ല. ഏത് ആവശ്യമാണോ നമ്മുടെ പെൻഡിങ്ങിലുള്ളത്, ആ ആവശ്യം നടത്താൻ ദൈവം കൂടുണ്ട്. ഹി ഈസ് റെഡി ടു ഡു ദാറ്റ്. പക്ഷെ പ്രശ്നം നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഇഫ് യു ആർ വില്ലിംഗ്, ബി ക്ലീൻ. മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാകും. അപ്പൊ മനസ്സുണ്ടോ എന്നുള്ളതാ കർത്താവ് പറയുന്നത്. എനിക്ക് മനസ്സുണ്ട്. ഐ ആം വില്ലിംഗ്, I am always ready. ഞാനും നിങ്ങളും റെഡിയാണോ?
അതുകൊണ്ട് ഏത് പ്രശ്നവുമായിട്ട് ഇന്ന് നാം അടുത്തു വന്നുവോ, ഏത് പ്രശ്നത്തിനാണോ നമുക്ക് പരിഹാരം വേണ്ടത്, ആ പ്രശ്നത്തിന് പരിഹാരകനായി നിൽക്കുന്ന ദൈവസന്നിധിയിലേക്ക് എന്തൊക്കെ ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞത്, പല വിധത്തിലുള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. നമുക്ക് മാത്രം അറിയാവുന്ന, നമ്മുടെ ഉള്ളിൽ മാത്രം നമ്മൾ സൂക്ഷിക്കുന്ന ചില വിഷമങ്ങളുണ്ട്. മറ്റുള്ളവരോട് നമുക്കത് പറയാനായിട്ട് പറ്റുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മളെ കാണുന്നു. എൻ്റെ ശരീരത്തിന് സൗഖ്യം വേണമോ, എൻ്റെ കണ്ണിന് സൗഖ്യം വേണമോ, എൻ്റെ കാലിൻ്റെ വേദനയിൽ നിന്നുള്ള വിടുതൽ വേണമോ, എൻ്റെ ശരീരമെല്ലാം കർത്താവെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്, വിടുതൽ വേണമോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വേണമോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറകൾ വേണമോ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം വേണമോ, ഇതൊക്കെ വേണമെങ്കിൽ യു ഷുഡ് ഡു വൺ തിങ്. നിനക്ക് മനസ്സുണ്ടായിരിക്കണം. നിനക്ക് നല്ല മനസ്സുള്ളവരെ ദൈവം കൂടെ വന്ന് ദൈവം തേടി പിടിച്ച് അനുഗ്രഹിക്കും. അത്രയും ഒരു അനുഗ്രഹം കിട്ടുവാൻ നമ്മുടെ സഭയിലെ എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന സഭയിലെയും പുറത്തുള്ളവർക്കും എല്ലാവർക്കും അത്തരത്തിലൊരു അനുഗ്രഹം ഉണ്ടാകുവാൻ, അത്തരത്തിലൊരു സൗഖ്യം പ്രാപിപ്പാൻ വലിയവനായ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ അപേക്ഷകൾ നീ കേട്ടിരിക്കുകയാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കൂടുതൽ ശക്തിയോടെ നിന്നിൽ ആനന്ദിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. എല്ലാ കൃപകളാലും ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഞങ്ങൾ കേട്ട വചനത്തിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, നല്ല മനസ്സുള്ളവരായി ലോകത്തിലേക്ക് പുറപ്പെട്ടു പോയി അനേകർക്ക് ആശ്വാസം പകരുന്നവരായിരിക്കാൻ, അനേകർക്ക് വിടുതൽ പകരുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്താ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും കൂട്ടായ്മയും കാവലും പ്രിയമുള്ളവരെ നാം എല്ലാവരുടെ മേലും നമ്മുടെ നല്ല മനസ്സുകളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം കൂടുതലായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച പാട്ട് പാടുവാനുള്ളവർ പേര് ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാമായിരുന്നു. പാട്ട് പാടുന്നത് ആരാണ്? നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് പാട്ട് പെട്ടെന്ന് പറയണേ. ആരുമില്ലേ? മനസ്സുള്ളവർ ആരുമില്ലേ പാടാൻ? ആരായിരുന്നു? മേളേന്തി. ആന്റി. ഓക്കെ. സഭയെന്ന് വന്ന മേളേന്തി. താങ്ക് യു ആന്റി. താങ്ക് യു. പാടാനില്ലെങ്കിൽ ഞാൻ പാടാം. ഓക്കെ ആന്റി. സാം 50 ഞാൻ വായിക്കാം. ആരായിരുന്നു? സുജ ചേച്ചിയാണോ? ഓക്കെ. പ്രാർത്ഥിക്കുന്ന ആരാണ്? ഇന്റർസെസറി പ്രയർ പ്രാർത്ഥിക്കുന്നത്? പെട്ടെന്ന് പറയൂ, പ്രാർത്ഥിക്കുന്നവർ ആരാണ്? ഒന്ന് വോളണ്ടിയർ ചെയ്താട്ടെ. പ്രാർത്ഥന ആരുമില്ലേ?
അച്ഛമ്മ ഞാൻ പ്രാർത്ഥിക്കാം. സുഷ. സുഷ ആൻറ്റി. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇന്നത്തെ പ്രാർത്ഥനയിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ മിഥുനോട്, സങ്കീർത്തനം വായിച്ച ഡയാനയോട്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഷിബു അങ്കിളിനോട് ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് വീക്കെൻഡ്. താങ്ക് യു.